നമസ്കാരം. ദൈവത്തിൽ നിന്നും പോസിറ്റീവ് ആത്മാക്കളും നെഗറ്റീവ് ആത്മാക്കളും ഈ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നെഗറ്റീവ് ആത്മാക്കൾക്ക് ആ ആത്മാക്കൾക്ക് വളരണമെങ്കിൽ, അതായത് നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്കും ഒരു ആത്മീയമുണ്ട്, പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്കും ആത്മീയമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുകയും ആ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് ആത്മീയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ആൾക്കാർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ആത്മാക്കൾക്കും ആത്മീയമുണ്ട്. അവർ ആ നെഗറ്റീവ് ആത്മാവ് അല്ല അവരുടെ ഉള്ളിലെ ആത്മാവിന്റെ നിയോഗം തിരിച്ചറിഞ്ഞിട്ട് നെഗറ്റീവ് ശക്തികളുമായി കൂട്ടുപിടിച്ച് ആ നെഗറ്റിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്തോറും അവരുടെ ആത്മാക്കൾ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ അഹോരി എന്നൊക്കെ നേരത്തെ പറഞ്ഞ ആ വിഭാഗക്കാര്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ തന്നെ ദുർമന്ത്രവാദം, ആഭിചാരം ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ കാര്യങ്ങളൊക്കെ സക്സസ് ആയി മുന്നോട്ട് പോകുന്നുമുണ്ട്. കാരണം അവരുടെ ആത്മാവിന്റെ നിയോഗം അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ നെഗറ്റീവ് ശക്തികളെ കൂട്ടുപിടിച്ച് നെഗറ്റീവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആത്മാവ് അതിൽ ശക്തി ആർജിക്കുകയും ആ നെഗറ്റീവ് ശക്തികളുമായി അവർ ബന്ധപ്പെട്ട് വളർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൽ നിന്ന് വന്ന പോസിറ്റീവ് ആത്മാക്കൾ അതേപോലെ പോസിറ്റീവ് കാര്യങ്ങളും ചെയ്ത് പോസിറ്റീവ് ശക്തികളുമായി കൂട്ടുപിടിച്ചാൽ മാത്രമേ അവരുടെ ആത്മാക്കൾക്ക് വളർച്ച ലഭിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ട് നടക്കുന്ന ആൾക്കാരിലൂടെ അവർക്ക് അവരിലൂടെ പല കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. ഇപ്പൊ ദുർമന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, ഈ ചാത്തൻ സേവ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ നെഗറ്റീവ് ശക്തികളെ ആവാഹിച്ച് അതിലൂടെ കാര്യം സാധിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പലരും നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ മാറും എന്ന് വിചാരിച്ച് ഈ നെഗറ്റീവ് ശക്തികളെ ആശ്രയിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരിലൂടെ കാര്യങ്ങൾ സാധിക്കുകയും ആ ലെവലിൽ വളർച്ച വരികയും ചെയ്യുന്നത് നെഗറ്റീവ് ആൾക്കാർക്കേ പറ്റുള്ളൂ. പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പ്രശ്നങ്ങളും വിഷയങ്ങളും പെട്ടെന്ന് മാറാൻ വേണ്ടി നമ്മൾ കാണുന്ന മേഖല ഇതിലോട്ടങ്ങ് പോകും. പക്ഷെ ഈ പോകുന്ന വ്യക്തി പോസിറ്റീവ് ആത്മാവാണെങ്കിൽ അവിടെ ചെന്നാൽ ഇവർക്ക് യാതൊരു ഗുണവും ലഭിക്കില്ലെന്ന് മാത്രമല്ല, ആ ശക്തികൾ ഇത് മനസ്സിലാക്കി നമ്മെ തിരിച്ചടിക്കുകയും ചെയ്യും. നമ്മൾ നിഷ്കളങ്കരമായ രീതിയിൽ എന്തെങ്കിലും കാര്യം സാധിക്കും എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ആ സംഘത്തിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ നെഗറ്റീവ് ശക്തികൾക്ക് അറിയാം ഈ വരുന്ന ആത്മാവ് പോസിറ്റീവാണ്, അവർ സ്വാഭാവികമായിട്ട് നമ്മളെ തിരിച്ചടിക്കും. അത് അവർ ചെയ്തിരിക്കും. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ആത്മാവാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തിയിലൂടെ കാര്യങ്ങൾ സാധിക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടിക്കൂടി വരികയുള്ളൂ. അപ്പൊ പോസിറ്റീവായി നിൽക്കുന്ന ഈ തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന വ്യക്തികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഈ ജോലി ഏൽപ്പിച്ച് അയച്ചിരിക്കുന്നത്. കാരണം പലർക്കും ഈ സത്യം തിരിച്ചറിയില്ല. അവർ പോസിറ്റീവായി മാറുക, അവർ പോസിറ്റീവ് ശക്തികളെ ആശ്രയിക്കുക. ഒരിക്കലും നെഗറ്റീവായ രീതിയിലോട്ടുള്ള ഒരു ചിന്താഗതികളോ ഒരു ലെവലിലോട്ടോ അവർ പോകാതിരുന്നാൽ അവർ ഒന്നും അറിയാതെ തന്നെ അവരുടെ ആത്മ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഞാൻ ഈ മെസ്സേജിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത്. അപ്പം ഇത്തിരിയെങ്കിലും ആത്മീയമായ വളർച്ച നേടിയവരോ ഈ വിധ അനുഭവങ്ങളുള്ളവർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റുള്ളൂ. അല്ലാതെ മറ്റ് മേഖലകളിലേക്ക് നിന്ന് നല്ല സുഖം പറ്റി നിൽക്കുന്ന വ്യക്തികൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഏതെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളെ ആശ്രയിച്ചും അതിലൂടെ ഭക്തിപരമായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഉയർച്ചയും ഗുണമൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ ഭയങ്കര താല്പര്യമൊക്കെ ഉള്ള ഒരുപാട് പേര് യൂട്യൂബിലൂടെയൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർ നെഗറ്റീവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവുമാണ്. അപ്പൊ അവർക്ക് അതിലൂടെ തൃപ്തിയായിട്ടിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും എന്റെ ഈ കാര്യങ്ങൾ കേട്ട് ഇത് അതങ്ങനെ ശരിയാവും ഇതെങ്ങനെ ശരിയാവും എന്ന് ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ആവണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾ അതിൽ തന്നെ തുടർന്ന് പോവുകയും അതിന്റെ ഗുണം നിങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുക. ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആശ്രയിച്ചിട്ടും രക്ഷയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ഇതിലൂടെ യൂട്യൂബ് ചാനൽ ഈ ചാനലിലൂടെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി, അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ പല അനുഭവങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശമൊക്കെ കണ്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന വിഷയം, നമ്മൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങൾ ചിലത് ഞാൻ പറയാം. കാര്യം പലരും വിളിച്ച് പല കോംപ്ലിക്കേഷനായി നിൽപ്പുണ്ട് പലർക്കും. പക്ഷെ അവർക്കത് ആദ്യം ഉള്ള അനുഭവങ്ങളായതുകൊണ്ട് അവർക്ക് ഇതിന്റെ ബാക്കി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ്.
നമ്മൾ ശരിക്കും സൃഷ്ടാവാ ദൈവം, ആ ദൈവത്തോട് ആണ് നമ്മുടെ മനസ്സ് എത്തുക. ഇത് എളുപ്പ വഴിയിലേക്ക് ഞാൻ എത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശരിക്കും നമ്മളെ ആ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് അനേക മാർഗങ്ങൾ ഇത്രയും നാൾ ഭൂമിയിൽ വെച്ചിരുന്നത്. പക്ഷെ ഈ കലിയുഗത്തിന്റെ അവസാന കാലത്ത് ഇനി ഈ മാർഗങ്ങളിലൂടെ ഇങ്ങനെ കറയും നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ദൈവം പെട്ടെന്ന് ആ സൃഷ്ടാവാ ദൈവത്തിലോട്ട് പെട്ടെന്ന് എത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇത് വിശ്വസിച്ചും കൊണ്ട് ആരത് ചെയ്തു നോക്കൂ, അവർക്ക് ആ പെട്ടെന്ന് ആ കണക്ഷനിലോട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ കണക്ഷനിലോട്ട് പോകാൻ ശ്രമിക്കുന്ന പലർക്കും ഇപ്പൊ പലതരം അനുഭവങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കുകയും ഞാനീ പറഞ്ഞതുപോലെയൊക്കെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദൈവത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ആത്മാവ് അവർ പോലും അറിയാതെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ജീവിത രീതിയിൽ ക്രമീകരണം, മുൻകോപം, വേണ്ടാത്ത ശീലങ്ങൾ, ഇതെല്ലാം തന്നെ അമർത്താൻ ശ്രമിക്കും തോറും അവരുടെ ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കുകയും അവരിപ്പോ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അല്ലാതെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവർ ചെയ്തു വരുമ്പോഴും അവരുടെ വിശ്വാസ ദൈവത്തിലേക്ക്, സൃഷ്ടാവ ദൈവത്തിലേക്ക് അവർ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ആത്മാവ് തന്നെ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഈ പ്രകാശം, പലതരം നിറങ്ങളൊക്കെ, ആ ചില കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നത്. പിന്നെ ചില അനുഭവിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ കോൺസെൻട്രേഷനായിട്ട് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടോ അതീവ രീതിയിലേക്ക് ആലോചിച്ചുകൊണ്ടോ അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പലതരം ശബ്ദങ്ങൾ, ആരോഗ്യവും സംസാരിക്കുന്നത് പോലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നത് പോലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആത്മാവ് നമ്മൾ പോലും അറിയാതെ പവർഫുള്ളായി തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത ഡയമെൻഷൻ, ഇപ്പം 3 ഡയമെൻഷൻ നമ്മൾ ഉണ്ടെങ്കിൽ പോലും 4th, 5th, 6th, 7th ഒക്കെ ഈ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഭൂമിയിൽ തന്നെ ഇതെല്ലാം ഉണ്ട്, പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്, നമ്മളെ സൗരയൂഥത്തിൽ തന്നെ 7th ഡയമെൻഷൻ വരെ ഉണ്ട്. എല്ലാം പലതും ഒന്നിച്ചാണ് കിടക്കുന്നത്. അല്ലാതെ 7th ഡയമെൻഷൻ പറയുമ്പോൾ എത്രയോ ദൂരം മാറി അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ നിന്ന് കണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ 3, 4th, 5th, 6th, 7th നമുക്ക് ഇങ്ങനെ നമ്മൾ ആത്മാവിനെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആത്മാവ് നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് അടുത്ത മണ്ഡലത്തിലോട്ട് പോകുമ്പോൾ ഈ 4th ഡയമെൻഷൻ, 5th ഡയമെൻഷനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ ഡയമെൻഷനിൽ നിൽക്കുന്ന ചില അദൃശ്യ ശക്തികൾ അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അവർ തമ്മിൽ വഴക്കടിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം ഇവരൊക്കെ മരിച്ചു പോയെങ്കിൽ പോലും ഇവരാരും വിശുദ്ധരായിട്ടോ അല്ലെങ്കിൽ ഫുൾ പോസിറ്റീവായിട്ടോ മരിച്ച ആത്മാക്കളായിരിക്കില്ല. അപ്പൊ അവരുടേതായ രീതിയിൽ ആ നിൽക്കുന്ന ജീവിത ശൈലിയിൽ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് എത്രയാണോ അല്ലെ എന്താണോ അവരുടെ മനസ്സ്, അതനുസരിച്ചുള്ള പ്രവൃത്തികളെ അടുത്ത ഡയമെൻഷനിൽ പോയി നിന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ വഴക്ക് കൂടിയും ചീത്ത വിളിച്ചും നടന്നിരുന്ന വ്യക്തി പെട്ടെന്ന് ദുർമരണപ്പെട്ടാൽ അടുത്ത ഡയമെൻഷനിൽ അവൻ ആത്മാവ് പോയാലും കണ്ട ആത്മാക്കളെയൊക്കെ ചീത്തയും വിളിച്ച് അങ്ങനെ തെറിയൊക്കെ പറഞ്ഞേ അവർ നിൽക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ കേൾക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ തുടങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണരുമ്പോഴോ ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് ഈ ഡയമെൻഷനിലോട്ട് നമ്മൾ ആത്മാവ് ഇതൊക്കെ കേൾക്കുന്നതാണ്. ആദ്യത്തെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയൊക്കെ തോന്നും. പക്ഷെ പിന്നെ നമ്മളത് വെറുതെ കേട്ടുകൊണ്ട് അതിങ്ങനെ എന്തൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടെ കേട്ടുകൊണ്ട് കിടക്കുന്ന ലെവലിലേക്ക് ഇനി വരും. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയോ പോയി കേൾക്കുന്നതല്ല. ഈ ആത്മാക്കള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അവരവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബോളൊക്കെ നടത്തിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ ചുറ്റും അവരൊക്കെ ഉണ്ട്. ഇവർ മാത്രമല്ല വേറെ പല അദൃശ്യ ശക്തികളൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷേ നമ്മുടെ ആത്മാവിന് അത്രയും പവർ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും നാളും നമ്മളിത് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആത്മാവ് വളർന്നപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ഈ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും തുടങ്ങിക്കഴിഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും, നമ്മൾ അങ്ങോട്ട് സംസാരിക്കും. ഇതെല്ലാം ആത്മാവിലൂടെയൊക്കെ അനുഭവപ്പെടാം. ഇനി അങ്ങോട്ട് വരും. അപ്പം ഇത് പുതിയതായിട്ടൊരു സാധനം നമ്മളെ വീട്ടിൽ വന്നതോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഞാനിത് പ്രാർത്ഥിച്ചു തുടങ്ങി സൃഷ്ടാവ ദൈവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന കാഴ്ചകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്തിയപ്പോഴേക്കും ഇതൊക്കെ എന്റെ വീട്ടിൽ വന്നോ എന്നൊക്കെയാണ് ഒരാൾ ചോദിച്ചത്. അങ്ങനെയല്ല, ഇതൊക്കെ അന്നും പണ്ടേ ഇവിടെ ഉണ്ട്. ഈ സാധനങ്ങൾ തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്, വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളെ TV, ഇലക്ട്രോണിക് സാധനങ്ങളെ നശിപ്പിച്ച് കളയുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മളെ മക്കളെ തലതിരിപ്പിച്ച് ആ ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്നത്, വീട്ടിൽ വഴക്കുണ്ടായിക്കുന്നത്, ഇതെല്ലാം ഈ അദൃശ്യ ശക്തികൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റും ഉണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിനൊട്ടും ബലമില്ലാത്തത് കൊണ്ട് ഇവരെയൊന്നും കേൾക്കാനോ കാണാനോ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മൾ ദൈവത്തോട് അടുത്ത് ആ ഒരു ശക്തിയേക്ക് കയറി വന്നപ്പോഴേക്കും നമ്മുടെ ആത്മാവിന് ഇതൊക്കെ കാണാനും കേൾക്കാനും ഉള്ള ലെവലിലേക്ക് എത്തിയിട്ട് നമ്മുടെ ബോധ മനസ്സിലേക്ക് മെസ്സേജ് തരത്തക്ക രീതിയിൽ ആത്മാവ് വളർന്നു കഴിഞ്ഞു.
ഇനിയും വളരും. ചില ദുഷിച്ച സ്മെല്ലുകൾ, ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ വന്നു തുടങ്ങും. ഇത് അതിശയമൊന്നുമില്ല. ഇതിനി തുടർന്ന് ഇങ്ങനെ പോകുമെന്നാരും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മനസ്സിന് ആ പേടിയും ആ ഒരു വല്ലാത്തൊരു അനുഭവങ്ങളൊക്കെ താനെ മാറി മാറി വന്നിട്ട് ഇതൊക്കെ ഒരു ത്രില്ലിംഗ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ലെവലിലേക്ക് നമ്മുടെ മനസ്സ് പതുക്കെ വന്നോളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തിക്കളയരുത്. ഇപ്പൊ നമ്മളെ പിറത്ത് തട്ടുന്നത് പോലെ, ഇല്ലെങ്കിൽ നമ്മളെ ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് ഏതൊരു രൂപം പാസ് ചെയ്ത് പോകുന്നത് പോലെ, ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും, അനുഭവിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് നമുക്കിപ്പോൾ അനുഭവിച്ച് തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് അനുഭവിക്കാനുള്ള ആ ഒരു കഴിവ് വന്നിട്ടില്ല. ഇപ്പൊ കഴിവുകൾ വന്നു തുടങ്ങി. അല്ലാതെ ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തുടരുക. അതങ്ങോട്ട് ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവും. നമ്മൾ നോക്കുക അവരെന്താണ് ചെയ്യുന്നതെന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് ഒത്തിരി പവർഫുൾ ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ആത്മാവ് സഞ്ചരിക്കുന്നത് 4th ഡയമെൻഷനിലോട്ടായിരിക്കും. അപ്പൊ ഈ അരഞ്ഞിരിഞ്ഞ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുർമരണപ്പെട്ട ആത്മാക്കള്, നമുക്ക് ചുറ്റും കറങ്ങി കിടക്കുന്ന നെഗറ്റീവ് ചെറിയ ചെറിയ ശക്തികള്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമേ കണ്ടു തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നെ കുറച്ചും കൂടെ നമ്മൾ കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്ത് വളർന്നു കയറുമ്പോൾ നമ്മൾ ആത്മാവ് അടുത്ത 5th ഡയമെൻഷനിലോട്ട് പോയിട്ട്, അത് ഇവിടെ തന്നെയാണ്. അവരെ നമ്മളെ ഇപ്പൊ 4th ഡയമെൻഷനിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. കുറച്ചും കൂടെ സൂക്ഷ്മ തലത്തിലോട്ട് നമ്മൾ ആത്മാവ് ഇറങ്ങി പോകുമ്പോൾ അടുത്ത ഡയമെൻഷനിലുള്ളതിനെയൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ കണ്ട് 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 നമ്മൾ 7ാമത്തെ ഡയമെൻഷൻ, ഇപ്പൊ എല്ലാരും പറയുന്നു 14 ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻ 14 ഉണ്ടെങ്കിൽ പോലും 7 മൊത്തം ഉള്ളത്. ബാക്കി 14 എന്ന് പറയുന്നത് ഈ ഓരോ ഡയമെൻഷനിലും പോസിറ്റീവായിട്ടുള്ള കുറെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ കുറെ മണ്ഡലങ്ങളുണ്ട്, നെഗറ്റീവ് മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 4ാമത്തെ ഡയമെൻഷനിൽ തന്നെ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. 5ാമത്തെ ഡയമെൻഷനിൽ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. അങ്ങനെ ഓരോ ഡയമെൻഷനിലും ഇങ്ങനെ അങ്ങനെ 7 ഡയമെൻഷനിലും ഇത് രണ്ടും ഉണ്ട്. അതിനപ്പുറത്തോട്ടാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ 7 കടന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ വിധത്തിൽ നെഗറ്റീവ് ശക്തികളെയോ ഇങ്ങനെയുള്ള രൂപങ്ങളെയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആ ഡയമെൻഷനിൽ സൃഷ്ടാവായ ദൈവം മാത്രമേ ആ ഹൈ ഡയമെൻഷനിലുള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞ ഒരു ശൂന്യതയാണ്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. അത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഡയമെൻഷനാണ്. 4th ഡയമെൻഷനാണ് ഏറ്റവും കൂടുതൽ ശല്യമുള്ളത്. ഈ കണ്ട ദുരാത്മാക്കളും അലഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ദുർമരണപ്പെട്ടതും അപകടമരണപ്പെട്ടതും സ്വാഭാവികമായി മരിച്ച ആത്മാക്കളും ഒരു ലെവലിലുള്ള നരകം, ഒരു ലെവലിലുള്ള സ്വർഗം, ഇതെല്ലാം ഈ 4th ഡയമെൻഷനിൽ ഒരുപാടുണ്ട്. 5th ഡയമെൻഷനിൽ ചെല്ലുമ്പോഴേക്കും കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അളവുകൾ മാക്സിമം കുറവായിരിക്കും. അങ്ങനെ ഓരോ ഡയമെൻഷനിൽ കയറി കയറി പോകുന്തോറും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ ഈ ഡയമെൻഷനിലോട്ടൊക്കെ പോയി ഓരോ ലെവലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം വേണം. ഇപ്പൊ നമ്മൾ വിശ്വാസം എന്ന മനസ്സ്, ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു വാതിൽ തുറന്നിട്ടാൽ മാത്രമേ ബാക്കി എന്തും നടക്കുകയുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിലോട്ടോ നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു വെച്ചാൽ നമ്മൾ സഞ്ചരിച്ച് ആ ഡയമെൻഷനിൽ വരെ മാത്രമേ പോകുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നെഗറ്റീവ് സാധനമാണെങ്കിലും ശരി, ഒരു പോസിറ്റീവ് സാധനമാണെങ്കിലും ശരി, നമ്മൾ അതിലോട്ടാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതിരിക്കുന്ന ആ ശക്തി വസിക്കുന്ന ഡയമെൻഷൻ വരെ നമ്മൾ മനസ്സ് പോകുള്ളൂ. ആ ഹൈ ഡയമെൻഷനിലോട്ട് നമ്മൾ മനസ്സ് സഞ്ചരിച്ച് പോകില്ല. അതുകൊണ്ടാണ് മനസ്സ് ഫുൾ ശൂന്യമായിക്കൊണ്ട് നേരെ ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് തന്നെ പിടിക്കണം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് സകല ഡയമെൻഷനും മറികടന്ന് ആ ഹൈ ഡയമെൻഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ധ്യാനത്തിലൂടെ നമുക്ക് ഈ പോസിറ്റീവ് മണ്ഡലം, നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് മണ്ഡലമായിട്ടുള്ള ചില സാധനങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. നമ്മുടെ ആത്മാവ് അതിലോട്ടും പോകും, മാറ്റമൊന്നുമില്ല. പോസിറ്റീവായിട്ടുള്ള മണ്ഡലത്തിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും. ഇപ്പൊ ഈ ധ്യാനിക്കുന്ന വ്യക്തി തന്നെ അവൻ ജീവിത ശൈലിയും കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവന് സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്തണം എന്ന് പറഞ്ഞ് അവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മാവ് നമ്മളിൽ നെഗറ്റിവിറ്റി കൂടി നിന്നാൽ ആത്മാവ് നെഗറ്റീവ് വശത്തോട്ടേ ആത്മാവ് സഞ്ചരിച്ച് പോവുകയുള്ളൂ. ആ നെഗറ്റീവ് ശക്തികൾ നമ്മൾ ആത്മാവിനെ വലിച്ച് അങ്ങോട്ടേ കൊണ്ടുപോവുകയുള്ളൂ. അപ്പം ധ്യാനത്തിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് ആ പോസിറ്റീവ് അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ, പോസിറ്റീവിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം മാക്സിമം പോസിറ്റീവ് ആയാലേ ഇത് പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ഒട്ടും പോസിറ്റീവ് ആവാത്ത അല്ലെ ആത്മാവിന് അത്രയും വളർച്ചയില്ലാത്തൊരു വ്യക്തി മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മുടെ ആത്മാവ് അടുത്ത മണ്ഡലത്തിലോട്ട് പോയിക്കഴിഞ്ഞാൽ
ചിലപ്പോൾ നെഗറ്റീവ് ശക്തികൾ കയറി വന്ന് നമ്മുടെ ആ സ്ഥാനത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ കയറി വസിച്ചു കളയും എന്നൊക്കെ പറയുന്നതിന്റെ കാരണം നമുക്കൊട്ടും പോസിറ്റീവ് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അത്രത്തോളം പോസിറ്റീവ് ശക്തി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് അടുത്തടുത്ത മണ്ഡലത്തിലോട്ട് പോയാൽ പോലും പോസിറ്റീവ് ശക്തി ആർജിക്കുന്ന നമുക്ക് ഒരു പോസിറ്റീവ് പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് കാഴ്ചകളും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നെഗറ്റീവ് ഈ സമയത്ത് നമ്മളെ കീഴ്പ്പെടുത്തി കളയും. മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധ്യാനത്തിലൂടെയും അല്ലെങ്കിൽ ഉറക്കത്തിലോ ഒക്കെ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഈ വിധ അനുഭവങ്ങളൊന്നും ഇല്ലാത്തതോ ഈ ലെവലിലേക്ക് വളർന്നു വരാത്തതോ ആയ ആൾക്കാരോട് ആരോടും ഷെയർ ചെയ്യരുത്. ആരോടും ഒന്നും കയറി പറയുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് നമ്മളുടെ ആത്മാവിന്റെ ഒരു കഴിവാണ്. മറ്റുള്ള വ്യക്തികൾ പുച്ഛിക്കുകയോ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്താൽ നമ്മുടെ ആത്മാവിന്റെ ശക്തി താനെ കുറഞ്ഞു പോവുകയോ നെഗറ്റീവ് ശക്തികൾ നമ്മളെ ശല്യം ചെയ്യുകയോ ചെയ്തു കളയും. അത് മാത്രമല്ല, അവർ നമുക്ക് വട്ടാണെന്ന് മാനസിക രോഗം ഉണ്ടെന്നൊക്കെ അവർ പറയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ അനുഭവങ്ങളുള്ളവരുടെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്യാവൂ. വേറെ സാധാരണ ആൾക്കാരുടെ അടുത്ത്, വീട്ടിലെ അംഗങ്ങളാണെങ്കിലും, ഇപ്പൊ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടോ, ഭർത്താവാണെങ്കിൽ ഭാര്യയോടോ, അമ്മയോടോ, അച്ഛനോടോ, ഇങ്ങനെ സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരോടൊന്നും ഈ വിധ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ചെയ്താൽ നമ്മുടെ ഈ വിധ കഴിവുകളൊക്കെ ചിലപ്പം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വേറെ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്ത